നമസ്കാരം. കടമെടുത്തോളാൻ കേന്ദ്രം പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം എടുത്ത് പൊട്ടടിച്ചു പിണറായി സർക്കാർ. ഇനി ആകെ എടുക്കാനുള്ളത് 3700 കോടി മാത്രമാണ്. പക്ഷേ അതൊന്നും പോരാ, ഓണം കടന്നിങ്ങ് പോരാൻ. കുറഞ്ഞത് ഒരു 9200 കോടിയെങ്കിലും വേണം. വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ഇക്കുറി ഓണാഘോഷത്തിന് പകിട്ട് കുറയും എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ജനങ്ങളുടെ ആവശ്യം നടത്താതിരിക്കാൻ ഒരു സർക്കാരിന് കഴിയില്ലല്ലോ. അല്പം പകിട്ട് കുറഞ്ഞ ഓണാഘോഷം എന്നത് കണക്ക് കൂട്ടുമ്പോൾ അങ്ങ് മിന്നിച്ചു പോകാം എന്നതാണ് ബാലഗോപാലും പിണറായിയും ഇരുന്ന് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഓണച്ചെലവിന് പണം കണ്ടെത്താൻ പ്രയാസമുണ്ടെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രതീക്ഷ. എത്ര ചുരുക്കിയാലും ഓണം കടന്നു കിട്ടാൻ 9200 കോടി വേണമെന്നുള്ളത് മറ്റൊരു കാര്യം. തനത് വരുമാനം 2800 കോടിയും കേന്ദ്രത്തിന്റെ വിഹിതം 1600 കോടിയും വായ്പയായി 2500 കോടിയും എടുത്താൽ ഓണം കടക്കാമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ ഉള്ളത്. എങ്കിലും ചെറിയ തോതിലുള്ള കമ്മിയൊക്കെ ഉണ്ടാകും. വായ്പാ പരിധിയിൽ ഇനി ശേഷിക്കുന്നത് 3700 കോടി മാത്രമാണ്. ഡിസംബർ വരെയുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിഞ്ഞ വർഷത്തെ പോലെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വായ്പാ ലഭ്യതയിൽ കൈവയ്ക്കേണ്ടി വന്നേക്കുമെന്നർത്ഥം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള 3000 കോടിയിലേറെ രൂപ ഓണക്കാലത്ത് കിട്ടിയാൽ ഡബിൾ ഹാപ്പി. അനായാസം ഓണച്ചെലവ് മറികടക്കാം. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രം അത് നൽകിയേക്കും. ശേഷിക്കുന്ന ചെറിയ കമ്മി ആഭ്യന്തര കടമെടുപ്പിലൂടെ മറികടക്കാമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ. തനത് വരുമാനത്തിലെ വർധനയും ചെലവ് ചുരുക്കലും വഴി സാമ്പത്തിക ഞെരുക്കം ജനജീവിതത്തെ ബാധിക്കാതിരിക്കാനുള്ള പരിശ്രമം വിജയിച്ചുവെന്നാണ് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ. വായ്പയെടുപ്പ് പരിധി കടക്കാതെ തടയാനും കഴിഞ്ഞ 3 വർഷവും കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാർ ഉള്ളത്. മുൻ വർഷങ്ങളിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 39% വായ്പയെങ്കിൽ ഇപ്പോഴുള്ളത് 33% കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ കുറ്റം പറയുമെങ്കിലും കേന്ദ്രം കഴിഞ്ഞില്ലെങ്കിൽ വയറ്റത്തടിച്ച് പാട്ടുപാടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ബാലഗോപാലും മുഖ്യനും കൂടി തല പുകഞ്ഞിട്ട് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മുഖ്യൻ സദാസമയവും പറയാറുള്ളത് തോമസ് ഐസക് ആയിരുന്നെങ്കിൽ എന്നതാണ്. ഇത് കേട്ട സത്യത്തിൽ ക്ഷമകെട്ട ബാലഗോപാൽ മുഖ്യമന്ത്രിയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നതാണ് വിവരം. തോമസ് ഐസക് ചെയ്തു വെച്ചതിന്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ എല്ലായിടത്തു നിന്നും കടമെടുത്തു കൂട്ടിയാണ് കേരളം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയത്. അത് മനസ്സിലാക്കാതെയാണ് ബാലഗോപാലിനെ മുഖ്യമന്ത്രി ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ഡിസംബർ വരെ 21,253 കോടി കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചിരുന്നത്. ഇതിൽ 3700 കോടി ഒഴികെയുള്ളത് എടുത്തു കഴിഞ്ഞു. ഡിസംബറിന് ശേഷം മാർച്ച് വരെ കേന്ദ്രം എത്ര അനുവദിക്കുമെന്നും ഇപ്പോൾ നിശ്ചയമല്ല. പ്രൊവിഡന്റ് ഫണ്ടും ട്രഷറി നിക്ഷേപവും ഉൾപ്പെടെയുള്ള പൊതു അക്കൗണ്ട് കണക്കാക്കി കടം വെട്ടിക്കുറച്ചതിൽ അപാകമുണ്ടെന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കടപരിധിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. സപ്ലൈകോ 500 കോടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബോണസ്, ഉത്സവ ഭത്ത, ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിന് 700 കോടി രൂപയെങ്കിലും വേണം. അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ആനുകൂല്യം നൽകാൻ 600 കോടി വേണം. കടപരിധി നിർണ്ണയിക്കുന്ന കേന്ദ്ര മാനദണ്ഡത്തിനെതിരെ കേരളം നൽകിയ കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുമുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കണമെങ്കിൽ 1 ഗഡു ഓണത്തിനും മറ്റൊന്ന് ക്രിസ്മസിനും നൽകേണ്ടിയും വരും. ഇപ്പോൾ അതത് മാസം ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. കുടിശ്ശിക ചേർത്ത് ഓണത്തിന് 2 മാസത്തെ പെൻഷൻ നൽകാൻ 1900 കോടി രൂപ വേണ്ടിവരും. നന്ദി.